അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേറൊരു സന്തോഷവും കൂടെയാണ്. ദേവു +1 ഞങ്ങൾ വിചാരിച്ച രീതിയിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് പാസ്സായിട്ടുണ്ട്. വെറും ഫോണിൽ കളിക്കുന്ന ചേച്ചിയാണ്. എല്ലാ പരീക്ഷയ്ക്കും ചെറിയ മാർക്കൊന്നും നേടിയായിരുന്നു. ഇപ്പം ഇതിനകത്ത് കടത്തുറങ്ങി നീക്കിയിരുന്നു. പരീക്ഷ സമയത്ത് സീരിയൽ കണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജയിക്കും എന്നുള്ളത് ചേച്ചിയായിരുന്നു. പരീക്ഷ സമയത്ത് ബുക്കിന്റെ അടിയിൽ ഫോൺ വെച്ച് കാണുന്ന ചേച്ചിയായിരുന്നു. ഇത്രയ്ക്ക് നല്ല മാർക്ക് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മുട്ടായൊക്കെ വാങ്ങി തന്നു. മുട്ടായെല്ലാം വാങ്ങി തന്നിട്ടായിരുന്നു. ചേച്ചി ഒന്നും പഠിക്കാത്തായിരുന്നു. ഇപ്പം റിസൾട്ട് എഴുതുന്നൊന്നും അറിയില്ല. ഞാൻ സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാറുണ്ട്. കുറച്ച് ദൂരെ കൊണ്ട് സ്കൂള്. അപ്പം ഫോൺ ഓൺ ആക്കിയിട്ടൊന്നുമില്ലേനു. പിന്നെ സ്കൂൾ ബസ് കയറിയപ്പോഴാണ് എല്ലാവരും പറയുന്നത് റിസൾട്ട് ഉണ്ട് ഇന്ന് വരും, 11 മണിയാകുമ്പോഴത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ സ്കൂളിൽ എത്തുന്നതിന് ഞാൻ വല്ലാണ്ട് പേടിച്ച് ചെയ്യും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ലേ അറിയുന്നത് റിസൾട്ട് വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അമ്മേനെ വിളിച്ച്, അമ്മ പറഞ്ഞ് തോറ്റ് ജയിച്ചി എന്നിപ്പോൾ പഠിച്ച് എഴുതാന്നല്ലാണ്ട് വേറെ എന്താ ഉള്ളത്, ഇനിയിപ്പോൾ ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞ അച്ഛൻ വന്നിട്ട് തലയിറങ്ങിയൊന്ന് വിൽക്കല്ലേ, അച്ഛനൊക്കെ വന്നിട്ട് തലയിറങ്ങി വിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 11 മണി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പം വന്നില്ല. ഉച്ചയ്ക്ക് ശേഷം റിസൾട്ട് വന്നു. ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ വന്ന് ഓരോരുത്തരെ മാർക്ക് വായിച്ചു തന്നു. ഞാൻ മാത്സ് ഫിസിക്സ് ഞാൻ പാസ്സാവുമെന്ന് ഒരിക്കലും വിചാരിച്ച കാര്യമില്ല. മാത്സ് ഞാൻ പാസ്സാവാൻ കാരണം തന്നെ എൻ്റെ സ്കൂള് മുൻപുള്ള ഒരു പ്രിൻസിപ്പളായിരുന്നു. ഞാൻ പ്ലസ് ടുവിലാണ്. പ്ലസ് ടുവിലെത്തുമ്പോൾ പോയി ഷാനി ടീച്ചറുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മാത്സ് പാസ്സായത്. അതുപോലെ തന്നെ ഫിസിക്സും പാസ്സായി. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടി. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് വെച്ചത് അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ തോൽവിയൊന്നും ആർക്കില്ല. എല്ലാവരും ടീച്ചർ പേടിയൊക്കെ ആ സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും എൻ്റെ ഷാനി ടീച്ചറല്ല അല്ലാണ്ട് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും ഞാൻ കുറച്ച് വയ്യോട്ടായതൊക്കെ കൊണ്ട് തന്നെ എന്നോട് ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ആ ദേഷ്യമൊക്കെ എന്തിനായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ടീച്ചേഴ്സിനോട് ദേഷ്യം പിടിക്കും. ടീച്ചേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ചൂടാവും എന്തായാലും തിരിച്ച് ദേഷ്യം പിടിക്കും. പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ എന്തിനായിരുന്നു. ഇപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ ശ്രീജ ടീച്ചർ, അങ്ങനെ ജിനേഷ് സാറ്, ഫിസിക്സിൻ്റെ മഞ്ജുല ടീച്ചർ, അങ്ങനെ മില്ലറ്റ് സാറ്, അവരൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളോട് ചൂടാവുകയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞല്ല എന്നോട്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് വൈകോട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പം ആ സമയത്ത് എനിക്ക് വല്ലാണ്ട് ദേഷ്യം പിടിക്കുകയായിരുന്നു. എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ ഒരു ഇതായിട്ട് പെരുമാറുന്നത്, എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ എനിക്ക് ഷാനി ടീച്ചറുണ്ട്. ഇവരോട് ടീച്ചറോട് പക്ഷേ എനിക്ക് എന്തോ ഒരു ഇഷ്ടം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. എന്നെ എപ്പോൾ ചീത്ത പറഞ്ഞാലും. പക്ഷെ ആ ടീച്ചർ ചൂടായതും എല്ലാ ടീച്ചേഴ്സും സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ചൂടായതും എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പാസ്സായി. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പാസ്സായത് കേട്ടപ്പോൾ തന്നെ എന്നെ ഫുൾ കിളി പോയിരുന്നു. അതുപോലെ തന്നെ എന്നെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് ബാക്കിയുള്ള പാരൻസ് പറയുന്നോട്ടല്ല പറഞ്ഞത് എന്നോട്. പോയി അത്രേ ഉള്ളൂ. പിന്നെ പഠിച്ചെഴുതുക എന്നല്ലാണ്ട് വേറെ ഒന്നും. ഇപ്പം പ്ലസ് 2 നന്നായിട്ട് പഠിക്കാത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവർ രണ്ടാളും എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ സ്റ്റഡി ടേബിളിലാണെങ്കിൽ കുത്തുന്ന അവിടെ സിദ്ധു റബ്ബർ. അതുപോലെ തന്നെ ഇവൻ തന്നെ എനിക്കെല്ലാം വരച്ചു തരാനൊക്കെ ഇവനാണ് കൂടെ. ഇവന് ഒരു 11-12 കൊണ്ടൊക്കെ എൻ്റെ കൂടെ കുത്തിച്ചു ഓരോന്ന് വരച്ചു തരാനോ അങ്ങനെയൊക്കെ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിനെ കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു പോയത്. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. +1 പാസ്സായി. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടാണ് +1 ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. പാസ്സാവുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അത്രയും ജീവിത അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഞങ്ങൾക്ക് സപ്പോർട്ടായി തന്നത് സതീഷ് ചേട്ടനാണ്. എല്ലാ രീതിയിലും അവർക്ക് താങ്ങും തണലുമായിട്ട് എന്താ പറയുക, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഏട്ടൻ എല്ലാ രീതിയിലും അവൾക്ക് എല്ലാ സഹായവും ഒരു സുഹൃത്ത് പോലെ കൂടെ നടന്ന് എല്ലാം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രക്കൊന്നും എന്തായാലും അവളെന്നെ പഠിച്ചിട്ട് ആ രീതിയിൽ എന്തായാലും കുറച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവസാനം ഫിസിക്സിലൊക്കെ ചെറിയൊരു ഡൗട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഘട്ടത്തിലെത്തിയ സമയത്ത് നല്ല രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടാണ് വലിയ മാർക്കൊന്നുമില്ല, എന്നാലും എന്ത് ചെയ്യുക, അടുത്ത +2ൻ്റെ കൂടി നോക്കിയിട്ട് നല്ല രീതിയിൽ നല്ലൊരു മാർക്ക് എന്തായാലും വാങ്ങും. അതുകൊണ്ട് അപ്പോൾ